ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തുള്ള എല്ലാ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, പിതാക്കന്മാർ, അഭിഷിക്തന്മാർ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് യശപ്രവചനം അതിൻ്റെ 40-5 വാക്യം തന്നെ, യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും താണും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വയായി ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. നമ്മൾ യഹോവയുടെ മഹത്വം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ എങ്ങനെ ലഭിക്കും, എങ്ങനെ നേടാൻ പറ്റുമെന്നുള്ള ചില വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. യഹോവയുടെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വെളിപ്പെടാം? നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു. 1, മറ്റുള്ളവരെ ശ്രേഷ്ഠരാണെന്ന് കരുതുവാൻ സാധിക്കണം. 1, നമ്മുടെ വാക്കുകൾ, ശബ്ദങ്ങൾ, ലാവണ്യമുള്ള വാക്കുകൾ പുറപ്പെടണം. 2, ദുശ്ചിന്തകൾ, അതിനെപ്പറ്റി പറഞ്ഞു, മറ്റുള്ളവർ ശ്രേഷ്ഠരാണെന്ന് കരുതണം. 3, സഹോദരനെ സ്നേഹിക്കാത്തവൻ കള്ളനെന്ന് പറഞ്ഞു. 4, നമ്മൾ സ്നേഹത്തെ പറ്റിയാണ് പറഞ്ഞത്. 5 വിഷയം, നമ്മൾ കാത്തിരിക്കണം. 4 വിഷയത്തിൻ്റെ അതിൻ്റെ ഒരു വിഷയം കൂടെ മാത്രം സംസാരിച്ചിട്ട്, ഒരുപാട് സ്നേഹത്തെപ്പറ്റി പറയുവാനുണ്ട്. എന്നാൽ സമയപരിമിതിയുണ്ട്. ഒരു ചർച്ചയിൽ നിന്ന് ഞാൻ എടുക്കുന്നതല്ല. ദൈവകൃപയിൽ ബഹറിൽ ഒരു 5 ദിവസം ബൈബിൾ ക്ലാസ് എടുക്കുവാൻ കർത്താവിൻ്റെ കൃപയാൽ സാധിച്ചു, ഒരു ചർച്ചിൽ. അതുപോലെ ഈ സോഷ്യൽ മീഡിയയിലൂടെ പറ്റത്തില്ല. കാരണം ഇതിൽ കാണുന്നത് വളരെ പാണ്ഡിത്യമുള്ള അഭിഷിക്തന്മാരും PhDയും വലിയ ഡിഗ്രിയൊക്കെ എടുത്തവരാണ്. അവരെ കമ്പയർ ചെയ്യുമ്പം ഞാൻ ഒന്നുമല്ല, ഞാൻ ഒരു ശിശുവാണ്. എന്നാലും കർത്താവ് എനിക്ക് നൽകിയ കൃപയനുസരിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. കർത്താവേ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വളരെ ആഗ്രഹത്തോടെ, വാഞ്ചയോടെ പരിശുദ്ധാത്മാവിനെ നേടണമെന്നുള്ള ആഗ്രഹത്തോടെ കർത്താവെ നിൽക്കുന്ന പ്രിയ വ്യക്തി ജീവിതങ്ങളെ, സഹോദരന്മാരെ, മാതാപിതാക്കളെ, സഹോദരിമാരെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, കേൾക്കുന്ന വചനങ്ങൾ അത് ഏറ്റെടുത്ത് എൻ്റെ ജീവിതത്തിൽ ഏതൊക്കെയാണ് ക്രമപ്പെടുത്തേണ്ടത്, ഏതെല്ലാം മേഖലയിൽ ഞാൻ ശുദ്ധീകരിച്ചന് യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് അത് സ്വയം വിലയിരുത്തി കർത്താവെ, ഓരോരുത്തർ കേൾക്കുന്ന വചനങ്ങൾ അത് 30, 60, 100 ഫലം കായ്ക്കാൻ കൊടുത്തണമേ. ഓരോ കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസമാധാന ശക്തികൾ കുടുംബത്തിന്മേൽ മാറട്ടെ. എല്ലാ അസമാധാനത്തിൻ്റെ വ്യാപാര കോട്ടകൾ അർക്കേ, മഹാനി, ഷംധോ, റൊബോദി, ഹസ്തിയ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ ഓരോ ഭവനത്തിൽ നിന്ന് വിട്ടു മാറട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനത്തെയും സ്നേഹത്തെയും ഓരോ കുടുംബത്തിലും വ്യക്തി ജീവിതങ്ങളിലും പകരുന്നു. ഐ ഹെബോനി നാദറകസെലിയ അർത്ഥം ഷംധോ രഹസ്യ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടഞ്ഞ വഴികൾ, ഭവന മണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പിതാവേ, കർത്താവേ, അടിയൻ വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചു നിർത്തി ജനത്തോട് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ 4 വിഷയം സ്നേഹത്തെ പറ്റിയാണ്. മത്തായിയുടെ സുവിശേഷം 6 അധ്യായം അതിൻ്റെ 19 വാക്യം, പുഴുവും തുരുമ്പും കൊടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുത്താതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിൻ്റെ നിക്ഷേപം ഉള്ളിടത്ത് നിൻ്റെ ഹൃദയം ഇരിക്കും.
ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, എളിയവനെ ആദരിക്കുമ്പോൾ, എളിയവനെ മാനിക്കുമ്പോൾ, നീ എളിയവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും, എളിയവന് ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുത്താലും, അല്ലെങ്കിൽ നല്ല ഒരു ഭക്ഷണം കൊടുത്താലും, നല്ല ഒരു വസ്ത്രം കൊടുത്താലും, നിൻ്റെ ഭൗതിക നന്മയനുസരിച്ച് നീ എന്ത് എളിയവന് കൊടുക്കുന്നുവോ അതൊരു നിക്ഷേപമായി സ്വർഗത്തിൽ മാറും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പുഴവും തുരുമ്പും കെടുത്തുന്ന ഈ ഭൂമിയിൽ നമ്മൾ നിക്ഷേപം സ്വരൂപിച്ചാൽ നമുക്ക് അതൊന്നും കൊണ്ടുപോകുവാൻ സാധിക്കത്തില്ല. എന്നാൽ നീ നിക്ഷേപം സ്വരൂപിക്കേണ്ടത് അതേ ഈ ഭൂമിയിൽ നീ എളിയവരെ സഹായിക്കുമ്പോൾ, എളിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, എളിയവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാൻ സാധിക്കുന്നുവെങ്കിൽ, എളിയവർക്ക് വേണ്ടി അവരുടെ ആവശ്യത്തിൽ, എളിയവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ സാധിക്കുന്നുവെങ്കിൽ, എളിയവൻ്റെ ആവശ്യത്തിൻ്റെ മേൽ നമുക്ക് സഹായിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് ഒരു നിക്ഷേപമായി സ്വർഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ന്യായവിസ്താരത്തിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കാതെ കുഞ്ഞാടിനെ പോലെ കോലാടിനെയും ചെമ്മരിയാടിനെയും വേർതിരിക്കുമ്പോൾ, നീ പ്രിയ സഹോദര, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ വ്യക്തിജീവിതമേ, നീ ആ കോലാടിൻ്റെ കൂട്ടത്തിൽ പോകാതെ ദൈവം വേർതിരിക്കുമ്പോൾ ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിലായിരിക്കണം. അതിന് നീ നിക്ഷേപം സ്വരൂപിക്കുന്ന വ്യക്തിയായി മാറണം. നിൻ്റെ ഈ ഭൂമിയിലുള്ള എല്ലാ നിക്ഷേപവും സ്വർഗത്തിലിരിക്കുന്ന കർത്താവിനറിയാം. എന്നാൽ നമ്മുടെ ശത്രുവായ പിശാചിനും അറിയാം. നിനക്ക് അവസരം ദൈവം നൽകുമ്പോൾ, നന്മ ചെയ്യുവാൻ അവസരം നിനക്ക് തരുമ്പോൾ, നീ കാണാതെ പോയാൽ നിന്നെ അറിയുന്ന രണ്ട് വ്യക്തികളുണ്ടെന്ന് മനസ്സിലാക്കണം. ഒന്ന് സർവശക്തനായ ദൈവം, മറ്റൊന്ന് നിൻ്റെ ശത്രുവായവൻ. നീ ശത്രുവിന് ആയുധമിട്ട് കൊടുക്കുന്ന വ്യക്തിയായിട്ടല്ല, നീ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന, ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്ന വ്യക്തിയായി മാറണം. മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനായി മാറണം. നിൻ്റെ കൂട്ടു സഹോദരന് ബുദ്ധിമുട്ട് കാണുമ്പോൾ അവനോട് ചേർന്ന് നിന്നുകൊണ്ട്, പ്രിയ സഹോദര, നിൻ്റെ ആവശ്യം എന്താണ്? എന്നെക്കൊണ്ട് വലുതായി സഹായിക്കുവാൻ പറ്റത്തില്ല, എന്നാൽ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ചെറിയൊരു ഉപകാരം അത് നീ ചെയ്യുമ്പോൾ അത് സ്വർഗത്തിൽ നിക്ഷേപമായി മാറുകയാണ്. എളിയവനെ ആദരിക്കുമ്പോൾ അത് സർവ്വസൃഷ്ടാവിനെ ആദരിക്കുകയാണ്. അത് നിൻ്റെ ജീവിതത്തിൽ ഒരു നിക്ഷേപമായി അത് മാറും. നമ്മൾ നിക്ഷേപം സ്വരൂപിക്കുന്നവരായി മാറണം. യഹോവയുടെ മഹത്വം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമോ? നീ നിക്ഷേപം സ്വരൂപിക്കുന്ന വ്യക്തിയായി മാറണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. നാലാമത്തെ കാര്യം, നീ മറ്റുള്ളവരെ സ്നേഹിച്ച് ആ നാലാമത്തെ വിഷയത്തിൽ തന്നെ നീ നിക്ഷേപം സ്വരൂപിക്കുന്നവനായി മാറണം. ഈ പുഴവും തുരുമ്പെടുക്കുന്ന ഈ ഭൂമിയിലല്ല നീ നിക്ഷേപം സ്വരൂപിക്കേണ്ടത്. പുഴവും തുരുമ്പും കടത്താതെ എന്നേക്കും നിലനിൽക്കുന്ന ആ സ്വർഗത്തിൽ നീ നിക്ഷേപം സ്വരൂപിക്കുന്നവനായി മാറണം. അതിന് നീ ഈ ഭൂമിയിലുള്ള എളിയവരെ സഹായിക്കുവാൻ, എളിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിൻ്റെ സഭയുടെ അഭിഷിക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സഭയുടെ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിൻ്റെ കൂട്ടുവിശ്വാസികൾ കൊണ്ട് പ്രാർത്ഥിക്കുവാൻ നിനക്ക് സാധിക്കുന്നുവെങ്കിൽ അതെല്ലാം ഒരു നിക്ഷേപമായി മാറും. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചൊവ്വയായും ദുർഘടങ്ങൾ സമമായി തീരണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മളിപ്പോൾ 4 വിഷയത്തെ പഠിക്കുവാനിട വന്നു. ഒന്ന്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നേടുവാൻ. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ശബ്ദങ്ങൾ ലാവണ്യമുള്ള വാക്കുകൾ പുറപ്പെടട്ടെ. 2, ദുശ്ചിന്തയോടെ മറ്റുള്ളവരെ കുറ്റം വിധിക്കാതെ അവർ എന്നിൽ ശ്രേഷ്ഠരാണെന്ന് കരുതുവാൻ ഇടവരട്ടെ. 3,
കൂട്ടു സഹോദരനെ സ്നേഹിക്കാത്തവൻ കുലപാതകനാകുന്നു, അവൻ മരണത്തിൽ വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ആരെങ്കിലും മരണത്തിൽ വസിക്കുന്നെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒരു പുതിയ ജീവൻ പകരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അങ്ങനെയുള്ളവർ മാനസാന്തരപ്പെടട്ടെ. 4, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ. കൂട്ടു സഹോദരന്മാരെ, അത് ഏത് മതത്തിലുള്ളവരായിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ഹൈന്ദവരായിക്കോട്ടെ, ഇസ്ലാം മതത്തിലുള്ളവരായിക്കോട്ടെ, പഞ്ചാബി ആയിക്കോട്ടെ, ഏത് മതത്തിലുള്ളവരെയായാലും കർത്താവ് പറയുന്നത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. നമുക്ക് സ്നേഹിക്കുവാൻ അതേ പഠിക്കണം. സ്നേഹിക്കുവാൻ പഠിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തുള്ളൂ. 4, നീ കാത്തിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ക്ഷമയോട് കാത്തിരിക്കുവാൻ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൽ തെവോഫിലോസിനെ ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം, യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്ത ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നില്ല. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യത്വം സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. കണ്ടോ, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്താണ് വാഗ്ദത്തം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രയേലിന് ഈ കാലത്തിലോ രാജ്യത്തിൻ്റെ യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. യേശു അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശരമയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്ന നേരം അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷാരന്മാർ അവരെ അടുക്കൽ നിന്ന്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവിൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ വാങ്ങിപ്പോകരുത്, നിങ്ങൾ ചിതറിപ്പോകരുത്, നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ എന്നോട് കേട്ട എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യഹോവയുടെ മഹത്വം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നീ കാത്തിരിക്കണം. നീ കാത്തിരിക്കുന്ന സമയത്ത് നിൻ്റെ ജീവിത സാഹചര്യങ്ങൾ ക്രമപ്പെടുത്തണം. കർത്താവേ, ഞാൻ ഏതെല്ലാം വിഷയത്തിൽ പരാജയമാണ്,
ഏതെല്ലാം വിഷയത്തിൽ എൻ്റെ ജീവിതത്തിൽ പാപമുണ്ട്, കർത്താവേ അവിടുത്തെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. അവിടുത്തെ നീതിയുള്ള രക്തത്താൽ ശുദ്ധീകരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വാക്കുകളാൽ ഞാൻ കുറ്റം വിധിക്കുന്ന വ്യക്തിയാണ്. അനേക അഭിഷിക്തന്മാർക്കെതിരെ, അനേക കർത്താവിൻ്റെ ദാസന്മാർക്കെതിരെ ഞാൻ വാക്കിനാൽ പറഞ്ഞുപോയി. എന്നോട് ക്ഷമിക്കണമേ, അവിടുത്തെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് ഓരോ പാപങ്ങൾ ദൈവസന്നിധിയിൽ നീ അറുക്കയിടുമ്പോൾ, അത് ഏറ്റു ചൊല്ലുമ്പോൾ അതിൽ നിന്ന് നിനക്ക് മോചിതനാകുവാൻ സാധിക്കും. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അതേ കർത്താവേ, സംശയ വിചാരങ്ങൾ വന്നു പോയിട്ടുണ്ട്. സംശയ വിചാരങ്ങളോടെ അനേകരെ ഞാൻ കുറ്റം വിധിച്ചിട്ടുണ്ട്. കർത്താവേ, ദുശ്ചിന്തയോടെ സംസാരിച്ച അവസരങ്ങളുണ്ട്. എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. മൂന്നാമത്, ഞാൻ കാണപ്പെടുന്ന സഹോദരനെ കർത്താവെ സ്നേഹിക്കാത്ത അവസ്ഥകളുണ്ട്. അവിടുന്ന് നീ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് ഓരോ ആ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ജയം നേടുവാൻ സാധിക്കും. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ സ്നേഹിക്കുവാൻ പറ്റിയിട്ടില്ല. സ്നേഹിക്കാൻ പറ്റിയ അവസരങ്ങളുണ്ടായിരുന്നു, എന്നാൽ എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ എനിക്ക് പറ്റിയില്ല. നീ എന്നോട് ക്ഷമിക്കണമേ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അഞ്ചാമത് നമ്മൾ കാത്തിരിക്കണം. ഈ കാത്തിരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ നമ്മുടെ ക്രമീകരണം വരുത്തണം. എന്താണ് എൻ്റെ ജീവിതത്തിൽ കുറവുണ്ട്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുവാൻ എന്താണ് കുറവ്? എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലോടും പിണക്കങ്ങളോ പരിഭവമോ ഉണ്ടോ? അതുണ്ടെങ്കിൽ രമ്യതയിലാക്കണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വയായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. എൻ്റെ പ്രിയ ശ്രോതാവേ, നീ യഹോവയുടെ മഹത്വം പ്രാപിക്കുവാൻ ഒരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ. നിൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഓരോന്നോരോന്നായി ക്രമപ്പെടുത്തി, വചനാടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തി നിനക്ക് അഭിഷേകം ദൈവം പകർന്നു തന്നാൽ നീ അത് ശിംശോനെ പോലെ തകർന്നു പോകുന്ന വ്യക്തിയാണോ എന്ന് പരിശോധിച്ച് മാത്രമേ ദൈവം നിനക്ക് അഭിഷേകം നൽകത്തുള്ളൂ. ആ അഭിഷേകം നൽകിയാൽ നീ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവോ എന്ന് ദൈവം അത് എല്ലാം അറിയുന്നവനായ ദൈവമാണ്. അതെല്ലാം അറിഞ്ഞുകൊണ്ട് നിനക്ക് അഭിഷേകം ലഭിക്കത്തുള്ളൂ. നീ നിരാശപ്പെടേണ്ട, അഭിഷേകം കിട്ടിയില്ലെന്ന്. ഈ പറയുന്ന ഓരോ വിഷയങ്ങളും ഒന്ന് കേൾക്കുമ്പോൾ ഒന്ന് സമർപ്പിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ തെറ്റ് വന്നുപോയി, കർത്താവെ പറഞ്ഞ രണ്ടാമതും എൻ്റെ ജീവിതത്തിലും ഈ കുറവുകൾ വന്നുപോയി. കർത്താവെ, മൂന്നാമത് പറഞ്ഞ ദുശ്ചിന്തകൾ, ദുഷ്വിചാരങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അറിഞ്ഞു അറിയാതെ സംസാരിച്ചിട്ടുണ്ടെന്ന് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുവാൻ. അടുത്തത് മൂന്നാമത്തെ വിഷയങ്ങളും അത് കാണപ്പെടുന്ന സഹോദരനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലെന്ന്. അങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റു പറയുമ്പോൾ അവിടുന്ന് നമുക്ക് അതിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും. യഹോവയുടെ മഹത്വം വെളിപ്പെടുവാൻ നീ ഇനി 5 കാര്യങ്ങളുണ്ട്. മൊത്തം 10 വിഷയങ്ങളാണ്. നീ കാത്തിരിക്കണം ദൈവത്തിൻ്റെ മഹത്വത്തിനായി. അതിന് നീ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. 6ാമത്തെ കാര്യം, നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ടായിരിക്കണം. യഹോവയുടെ മഹത്വം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമോ, നീ പ്രാർത്ഥനാ ജീവിതമുള്ള മനുഷ്യനായി മാറണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തത്, യഹോവയുടെ മഹത്വം വെളിപ്പെടുവാൻ നിൻ്റെ ജീവിതത്തിൽ നമ്മൾ 6ാമത്തെ വിഷയം, അതേ പ്രാർത്ഥന. അടുത്ത ദിവസം പ്രാർത്ഥന സബ്ജക്റ്റാണ്. നീ മഹത്വം വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ മഹത്വം നിനക്ക് വെളിപ്പെടണമെങ്കിൽ ചുമ്മാതെ പ്രാർത്ഥിച്ചാൽ പോരാ. ദൈവസന്നിധിയിൽ ക്രമപ്പെടുത്തി നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും.
യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. ഈ വചന മുഖാന്തരം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയപിതാവേ, ഈ വചനം കേട്ട ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ഓരോ കുടുംബങ്ങളെ എല്ലാം ആവശ്യങ്ങളും സ്വർഗം അറിയുന്നു. അതിൻ്റെ മേൽ അവിടുത്തെ അത്ഭുതകരം പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കും. ഇരുട്ടിൻ്റെ ശക്തികൾ ഭവനമണ്ഡലങ്ങളിൽ നിന്ന് മാറട്ടെ. അന്ധകാര ശക്തികൾ മാറട്ടെ. റെക്കലു ഷന്തൂറു അബാന ഹസ്തു റീബ ലാഥരഹസ്യ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബ മണ്ഡലങ്ങൾ അടച്ചു വെച്ചിരിക്കുന്ന എല്ലാ ശത്രുവിൻ്റെ കോട്ടകൾ തകർന്നു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വാതിലുകൾ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പുതുവഴികൾ തുറക്കട്ടെ. അനേകൾ ഭാരപ്പെടുന്ന വിശുദ്ധന്മ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. റോസെ ഹന്ത ലൈക്ക റിയാന ഹസ്തിയ. ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. ഓരോ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ ആത്മീയ ഭൗതിക നന്മകളാൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ദൈവസ്നേഹത്തിൽ പറയുന്നു, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.